ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൊക്ക കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇന്ന് നമ്മളത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ 1/2 കപ്പ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, കൊക്കോ പൗഡർ 1 ടീസ്പൂൺ ചേർത്ത ശേഷം നല്ലോണം അരിച്ചെടുക്കുക. ഒന്ന് അരിച്ച ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 kg കേക്കാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് 2 മുട്ട എടുത്തിരിക്കുന്നത്. അതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂണ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. വൈറ്റ് കളറിൽ ക്രീം വരുന്നത് വരെ നിങ്ങൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾ ഓയിൽ 1 ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഓയിൽ മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പാലിൽ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂണും കോഫി പൗഡർ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാല് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ച് പാലും ചേർത്ത് ഒരേ അളവിൽ ഈക്വൽ എല്ലാം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 35 മിനിറ്റ് ബേക്ക് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ അതൊന്ന് ചൂടാറിയ ശേഷം നിങ്ങൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചൂടാറിയ ശേഷം കേക്ക് എടുത്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിവിടെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച ശേഷം അത് ചൂടാറിയ ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ, കോഫി പൗഡർ 1/2 ടീസ്പൂണും ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവ് കോഫി പൗഡറും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ക്രീമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച ശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. റിപ്പീറ്റ് ഇതുവരെ നിങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തെ ലെയർ വയ്ക്കുക. വീണ്ടും നിങ്ങൾ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ചോക്ലേറ്റ് ഗണാഷ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം കേക്ക് ടോട്ടലായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ സൈഡിൽ ഡെക്കറേഷന് വേണ്ടി ഞാൻ അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റാർ നോസിലിൽ ചെറിയ സ്റ്റാർ നോസിൽ ഞാൻ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഈ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഇട്ട് കൊടുത്ത അതേ സൈഡിലായിട്ട് ഞാൻ അതേപോലെ ഒരു ഡിസൈൻ പോലെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലും ചുറ്റിയിലും പോയിട്ട് പോലെ ഹാർട്ട് പോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം
അതിൻ്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ ലെയർ അതേപോലെ വരച്ചു കൊടുക്കുക. ടോട്ടലായിട്ട് ഞാൻ 3 ലെയർ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ലെയർ വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ പേരെഴുതി കൊടുക്കുന്നത്. വാലൻറ്റൈൻസ് ആയതുകൊണ്ട് വാലൻറ്റൈൻസ് ഡേ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് ഷുഗർ ബാൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു മോക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.